സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61 ഡീസലിന് ₹2.71 കൂടി. ഇന്നത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് ₹115.32 ഡീസലിന് ₹104.41 വില. രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയായി ₹8 കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും ₹3 വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടി. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. +1 പ്രവേശനത്തിന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. മലക്കപ്പാറ റോഡിൽ കുമ്മാട്ടിയിലെ താൽക്കാലിക പാലം തകർന്നു. ഞായറാഴ്ച വൈകിട്ടാണ് മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ താൽക്കാലിക പാലം ഇടിഞ്ഞു വീണത്. ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ 4ാമത് തൃശൂർ ജില്ലാ സമ്മേളനം അഴീക്കോട് നടന്നു. സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. +1 പ്രവേശനത്തിന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. +1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശപ്രകാരം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പികൾ ഹാജരാക്കിയാൽ മതി. +1 പ്രവേശനത്തിൽ നേറ്റിവിറ്റി, വരുമാനം, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ആവശ്യമില്ലെന്ന് നേരത്തെ സർക്കാർ ഉത്തരവുണ്ട്. 2021 ഒക്ടോബർ 7-ന് പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഇത് അറിയാത്ത പലരും ഇത്തരം സർട്ടിഫിക്കറ്റിനായി എത്തുകയാണ്. നേറ്റിവിറ്റി, ജാതി എന്നിവ തെളിയിക്കുന്നതിന് SSLC ബുക്ക് മാത്രം മതി. സ്കോളർഷിപ്പിന് ആനുകൂല്യം ലഭിക്കുന്നതിനായി SC, ST, OEC വിദ്യാർത്ഥികൾക്ക് മാത്രമേ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. +1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശപ്രകാരം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പികൾ ഹാജരാക്കിയാൽ മതി. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. സംവരണ ആനുകൂല്യങ്ങൾക്കുള്ള രേഖകൾ പ്രവേശനത്തിന് ശേഷം നൽകിയാൽ മതി. സംസ്ഥാനത്ത് ജനിച്ചിട്ടുള്ളവർക്ക് ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിൻ്റെ രേഖയോ ഇതുകൂടാതെ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ നേറ്റീവായി പരിഗണിക്കാം. അപേക്ഷകന്റെ SSLC സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്തിയാൽ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റിന് പകരമുള്ള അടിസ്ഥാന രേഖയായി പരിഗണിക്കാം. വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിൽ ഒരാളുടെ SSLC രേഖയിലുള്ള ജാതി തെളിവായി പരിഗണിക്കാം. വാട്സാപ്പ് മുഖേന വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കും വിധം പല വിധത്തിലുള്ള അറിയിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. വിവിധ ജനസേവന കേന്ദ്രങ്ങളുടെ പേരിലും ഇത്തരം വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മലക്കപ്പാറ റോഡിൽ കുമ്മാട്ടിയിലെ താൽക്കാലിക പാലം തകർന്നു. ഇതോടെ മലക്കപ്പാറയിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിലച്ചു. KSRTC ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഷോളയാർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ടാണ് മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ താൽക്കാലിക പാലം ഇടിഞ്ഞു വീണത്. അടിഭാഗം തകർന്നതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവെച്ച പഴയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ചെറിയ വാഹനങ്ങളെ കടത്തിവിടുന്നത്. കുമ്മാട്ടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും 7 മാസമായിട്ടും അതിന് സാധിച്ചില്ല. ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ 4ാമത് തൃശൂർ ജില്ലാ സമ്മേളനം അഴീക്കോട് നടന്നു. സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച് നിലനിർത്തണമെന്ന് സൂചിപ്പിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യാപാര സമൂഹങ്ങൾ കൂടിയാണ് ഇതെല്ലാവരും. ഏകദേശത്തിൽ നിന്ന് മത്സ്യം എടുക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു സംഘടന എന്ന രീതിയിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പറ്റി തന്നെ ഏതാണ്ട് 8ഓളം വരുന്ന ആവശ്യങ്ങൾ ഇവിടെ ഒരു
റിപ്പോർട്ടായി ഇത് അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗങ്ങൾ എനിക്ക് കൂടി നൽകുകയും ചെയ്യും. അത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും കാലത്തിൻ്റേതായ മുന്നോട്ട് പോക്കി സ്വാഭാവികമായി നടന്നു കിട്ടേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഇന്ന് കുറേ കൂടി വേഗതയാർന്ന രീതിയിൽ വ്യാപാര സമൂഹങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യവ്യാപാരം മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിസ്ഥിതികളൊക്കെ തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളിങ്ങനെ കേരളത്തിനകത്ത് പലപ്പോഴും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പച്ചക്കറികളെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ വ്യാപാരത്തിൻ്റെ ഭാഗമായി നമുക്കിവിടെ നമ്മുടെ തീരത്ത് വശങ്ങളിൽ കിട്ടുന്ന ഒന്ന് മത്സ്യമാണ്. നമ്മൾ പലപ്പോഴും അത് മുൻകാലങ്ങളിൽ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നടന്ന യുക്രോമസിൻ്റെ ക്യാമ്പിന് മുന്നോടിയായി ആലപ്പുഴയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ കയറ്റുമതി രംഗത്ത് ബിസിനസ് ചെയ്ത കുറച്ച് ആളുകളെ ബന്ധപ്പെടാൻ സംസാരിക്കാൻ വളരെ സാധിച്ചു. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് മുഖ്യാതിഥിയായിരുന്നു. മരണപ്പെട്ട സംഘടനാ അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ഫിഷ് മർച്ചന്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ ധനസഹായ വിതരണം സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി നിർവഹിച്ചു. അംഗങ്ങൾക്കായുള്ള പുതുക്കിയ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി VV അനിൽ നിർവഹിച്ചു. കയ്പമംഗലം MLA KK വത്സരാജ്, PA ഹസൻ, വാർഡ് മെമ്പർമാരായ KM സാദത്ത്, EV വേണു, പ്രസീന റാഫി, ബാബുരാജ് മൂന്ന് പീടിക എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെയൊക്കെ കൂട്ടായ പ്രവർത്തനമാണ്. ജില്ലയിൽ കുറച്ച് ആളുകൾ അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ കിടക്കുന്നത് യൂണിറ്റുകളിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. 1.5 കോടി രൂപ ഇവിടെ പദ്ധതികളിലൂടെ സഹായമായി കൊടുക്കാൻ കഴിഞ്ഞു എന്ന റിപ്പോർട്ടിലും കണക്കിലുമൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായും അത് തിരിച്ച് ആ പദ്ധതികളിൽ അത്രയേറെ ആളുകൾ ഇവിടെ നിന്ന് സഹകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പൊ നമുക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത്. ഞാനിവിടെ വായിച്ച് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കേട്ടതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, കുറേയേറെ ആളുകൾ, അതിവിടെ മാത്രമല്ല പല യൂണിറ്റുകളിലും ഒട്ടനവധി ആളുകൾ പദ്ധതികളിൽ പങ്കാളിയാകുകയും അത് തുടരാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് PT പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CP ഉദയൻ, ജനറൽ സെക്രട്ടറി ആരിഫ് കോറത്ത്, രാജു മണവാളൻ, ജില്ലാ സെക്രട്ടറിമാരായ ബിജു എടക്കളത്തൂർ, രഞ്ജിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KD ബാബു, സെക്രട്ടറിമാരായ ജോജു ചെല്ലക്കുടം, ജേക്കബ് പെരിയപ്പാടൻ, വനിതാ വിംഗ് പ്രസിഡന്റ് റെജീന സത്യനാരായണൻ, സെക്രട്ടറി സിനി ജോഷി, ട്രഷറർ ജയലക്ഷ്മി മനോജ് എന്നിവർ സംസാരിച്ചു. 50 വർഷം പൂർത്തിയാക്കിയ വ്യാപാരികളെ യോഗം ആദരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് PO ഔസഫ് മെമ്മോറിയൽ ക്യാഷ് അവാർഡും മെമൻഡോയും വിതരണം ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിന് ജില്ലാ സെക്രട്ടറി KA നജാഹ് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PT പാപ്പച്ചൻ, ജനറൽ സെക്രട്ടറി ആരിഫ് കോറത്ത്, ട്രഷറർ രാജു മണവാളൻ എന്നിവരെ തിരഞ്ഞെടുത്തു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അധ്യാപക പ്രൊഫഷണൽ വികസന പരിപാടിക്ക് തുടക്കമായി. കോളേജ് മാനേജർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശ്ശൂർ ജില്ലയിലും തന്നെ നമ്പർ 1 നിൽക്കുന്ന ഒരു കലാലയമാണ് ക്രൈസ്റ്റ് വിദ്യാലയം. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ ധ്യാന പിന്നെ ക്രൈസ്റ്റ് കോളേജ്, ഓട്ടോണമസ് കോളേജിലെ സെൻറ്റ് ഫിനാൻസ് വിഭാഗത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ഒരു ക്രിയേറ്റീവായിട്ടുള്ള അധ്യാപകനും കുട്ടികളുടെ ഭാവി നോക്കിയിട്ട് ഈ ഇടയ്ക്ക് അദ്ദേഹം എന്നോട് പറയുന്നതാണ്, ഇവിടെ കുട്ടികളിപ്പോൾ കെനിയയിൽ കൊണ്ടിട്ട് ഒരു തിരിച്ചുകൊള്ളണം അറിയില്ല, വെസ്റ്റേൺ കെനിയയിലേക്ക് പോകണമെങ്കിൽ എളുപ്പമല്ല. കെനിയയിൽ ഞങ്ങളുടെ മിഷനുണ്ട്. ആ മിഷനായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് സൈക്കോളജി സോഷ്യൽ വർക്കിലെ ഏതാണ്ട് 25ഓളം 12 കുട്ടികൾ.
കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ മാനേജരായ ഫാദർ വാൾട്ടർ തേലപ്പള്ളിയെ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോറി, ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് സ്മിൻഡോ സൈമൺ എന്നിവർ സംസാരിച്ചു. അന്നമനട മർച്ചന്റ് അസോസിയേഷൻ കുടുംബസംഗമം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് കുടുംബത്തിലും അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, കൂടുതൽ സന്തോഷവും ചെറിയ കുഴപ്പമുണ്ടാവണം. അല്ലെങ്കിൽ ദൈവത്തിന് സഹിക്കുമോ? അർമാദം മാത്രമായി കഴിഞ്ഞാൽ ദൈവം പറയും അങ്ങനെ വേണ്ടെന്ന് പറയും. അപ്പൊ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വ്യാപാരത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കേട്ടില്ലേ നിങ്ങൾ? കുറെ അധികം നേരം സന്തോഷത്തോടെ സംസാരിച്ചു. 4 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞെന്തറിയോ, 100 കോടി രൂപ നമ്മുടെ വ്യാപാരികളുടെ കുടുംബങ്ങളിലേക്ക് പ്രയാസമുണ്ടാകുമ്പോ, അതുപോലെ മക്കളുടെ കല്യാണത്തിന് ഉൾപ്പെടെ കൊടുക്കുന്ന, സന്തോഷമുള്ള സമയത്ത് കൊടുക്കുന്ന സംഘടനയാക്കിയിട്ട് നമ്മുടെ സംഘടനയെ മാറ്റും. അപ്പൊ ഞാനും നജൻ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനീഫൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരെ? പ്രസിഡന്റിനെ. എന്നെ എന്താ നോക്കിയത്? ഇയാൾക്ക് എന്തോ കുഴപ്പം പറ്റിയെന്നാണ്. എന്നോട് വേല ചോദിച്ചു, വല്ലതും നടക്കുമോ? ഞാൻ പറഞ്ഞ വേല നടക്കുന്നത് തന്നെ പറഞ്ഞു. ഇപ്പൊ സ്ഥിതി എന്തറിയോ, കഴിഞ്ഞ മാസത്തെ കണക്കെടുക്കുമ്പോ 78 ലക്ഷം രൂപ എവിടെ കൊടുത്തു? നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ കൊടുത്തു. മനസ്സിലായ? ഇനി 6 മാസം കഴിഞ്ഞാൽ പ്രസിഡന്റ് പറഞ്ഞ 100 കോടി രൂപ 101 കോടി രൂപയിലേക്ക് എത്തും. നൌഷാദ് ചേമ്പലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മന്ത്രി OJ ജനീഷിന് സ്വീകരണവും നൽകി. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, KT ഡേവിസ്, KA നജ, KU ആനിഫ്, KK വേലായുധൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 പ്രവേശനത്തിന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. മലക്കപ്പാറ റോഡിൽ കുമ്മാട്ടിയിലെ താൽക്കാലിക പാലം തകർന്നു. ഞായറാഴ്ച വൈകിട്ടാണ് മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ താൽക്കാലിക പാലം ഇടിഞ്ഞു വീണത്. ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ 4ാമത് തൃശൂർ ജില്ലാ സമ്മേളനം അഴീക്കോട് നടന്നു. സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.